പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തിനായി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ദൈവസ്നേഹത്തോടെ ഈ ധ്യാനത്തിൽ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് ആഴമായ വിശ്വാസ ബോധ്യങ്ങളിലേക്ക് കടന്നു വരാം. പ്രാർത്ഥിക്കുക. പരിശുദ്ധമേ ദേവമാതാവേ, ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, ഈ ഉടമ്പടി ധ്യാനത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിനായി പരപിതാവിനോട് ഈശോ വഴി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ, ഞങ്ങൾക്ക് ആവശ്യമായ ശക്തി, ഞങ്ങൾക്ക് ആവശ്യമായ സമാശ്വാസങ്ങൾ, ഞങ്ങൾക്ക് ആവശ്യമായ വഴിനടത്തലുകൾ ഈ ഉടമ്പടി ധ്യാനം തീർത്ഥാടനത്തിലെ കൃപാസനത്തില് ഓൺലൈനായി ഓരോ സ്ഥലങ്ങളിലും ധ്യാനം കൂടുന്നവരെ അങ്ങ് ആശീർവദിക്കണമേ. വിശ്വാസ സ്നേഹത്താൽ അങ്ങയുടെ വചനം ഗ്രഹിക്കുന്നതിന് ആവശ്യമായ ആധ്യാത്മികമായ ആന്തരിക അഭിഷേകത്താൽ. പ്രിയമുള്ളവരെ, ഓരോ ദിവസങ്ങളിലുള്ള ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാഴ്ചകളും അറിവുകളുമാണ് ദൈവം തരുന്നത്. നമുക്ക് സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഓൾമോസ്റ്റ് ഓൾ എപ്പോക്ക് ഓഫ് ദ ലൈഫ്, ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലുമുള്ള ആൾക്കാർ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവികമായ ഇടപെടൽ ലഭിച്ചിട്ട് ജനങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണല്ലോ, പ്രത്യേക ദൈവാനുഗ്രഹമാണ്. ആൾക്കാർ വിസ്മയം പ്രാപിക്കും. പക്ഷേ അതൊന്നുമല്ല കാര്യം. ഇതൊക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനത്തിൻ്റെ ആ നിറവേറ്റങ്ങളാണ് കാണിക്കുന്നത്. സ്വാഭാവികമാണ്. അസ്വാഭാവികമായി ഒന്നും കൃപാസനത്തിൽ സംഭവിക്കണില്ല. ഉടമ്പടി എന്ന വലിയ ദൈവികമായ പദ്ധതിയിലൂടെ ഒരു മനുഷ്യൻ സത്യസന്ധമായിട്ട് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ദൈവികമായ വാഗ്ദാനങ്ങൾ നിറവേറ്റ ഒരു അത്ഭുതമല്ല, അതൊരു അടയാളമാണ്. അത്ഭുതത്തെക്കാൾ ശക്തമാണ് അടയാളം. അടയാളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അടയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്കൂളിൻ്റെ വാതിക്കൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ ക്രോസ് ചെയ്യുന്ന സ്ഥലമുണ്ടെങ്കിൽ റോഡിൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ അവരുടെ ബാഗ് തോളിലിട്ട് ഓടുന്ന ഒരു കറുത്ത ചിത്രം കാണിക്കും, അല്ലേ? ചുവപ്പ് വട്ടത്തിൽ കറുത്ത ചിത്രം കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക്. അതിൻ്റെ അർത്ഥം ഡ്രൈവർമാർക്കുള്ള ഒരു അടയാളമാണത്. എന്താ ഡ്രൈവർമാരോട് സർക്കാർ പറയണത്? ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് പറയണത് എന്താണ്? സ്ലോ ഡൗൺ ചെയ്യണം, ഇവിടെ ഒരു സ്കൂളുണ്ട്, കുഞ്ഞുങ്ങൾ പഠിക്കുന്നതാണ്, അതുങ്ങളുടെ ജീവിതം സംരക്ഷിക്കണം. അടയാളമാണ് അപ്പോൾ അത് സ്കൂളല്ല, അവിടെ റോഡെ കൊണ്ടൊന്നും സ്കൂളാരും വെച്ചിട്ടില്ല, അടയാളം വെച്ചിട്ടുണ്ട്. ഓരോ അത്ഭുതങ്ങളും ഒരടയാളമാണ്. എന്താണ്? നിനക്ക് ജോലി കിട്ടിയതൊന്നും അല്ല പ്രശ്നം, അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമായ ദൈവം നൽകിയ നിറവേറ്റമാണ്. മറിച്ച് എന്താണ്? ആ അടയാളത്തിൻ്റെ പിന്നിൽ ഒരു ദൈവമുണ്ട്. നിന്നെ സ്നേഹിക്കുകയും സന്ധിക്കുകയും സമാധാനിപ്പിക്കുകയും സമാശ്വസിപ്പിക്കുകയും നിൻ്റെ കൂടെ നടക്കുകയും ചെയ്യുന്ന ദൈവം കൈയടിച്ച് കിടത്താനും ചെയ്യാവുന്നൊരു കുറേ അധികം പോയിൻറ്റ്സ് അതിലുണ്ട്. 5 പോയിൻറ്റിന് ഒരു എയറോനോട്ടിക് എഞ്ചിനീയറാണ്. റാങ്കിൽ പഠിച്ചു വന്ന് എല്ലാ ബാച്ചിലും റാങ്ക് കിട്ടി പഠിച്ചു വന്ന് എറണാകുളം കാര്യത്ത് ഏലൂർ സ്വദേശിയായ
ഒരു എയറോനോട്ടിക് എഞ്ചിനീയറാണ്. എയറോനോട്ടിക് എഞ്ചിനീയർ വിമാനത്തിൻ്റെ എൻജിൻ സൈഡ് പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ആളിന് ജോലിയില്ല. ജോലിയില്ലാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ റാങ്കിൽ ആൾ പാസ് ഔട്ടായതാണ്. അപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടേണ്ടതാണ്. ജോലി കിട്ടിയില്ല. പിന്നെ കല്യാണമായി, പിന്നെ പ്രസവമായി, കുട്ടികളെ വളർത്തലായി, നല്ല ഗ്യാപ്പായിപ്പോയി. നിങ്ങൾക്കിത് എല്ലാവർക്കും എന്തുമാത്രം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഒരു എയറോനോട്ടിക് എഞ്ചിനീയറിൻ്റെ ജീവിതം ചുമ്മാ ദുരന്തമായി പോവുകയാണ്. ഒന്നും പഠിക്കാത്ത കുട്ടിയെപ്പോലെ ആകാൻ പോവുകയാണ്. എന്താ കാര്യം? ഒരു കല്യാണം വന്നു, പിന്നെ കുട്ടികളായി, പിന്നെ വളർത്തിക്കഴിഞ്ഞപ്പോൾ ഗ്യാപ്പായി, കരിയർ ഗ്യാപ്പ് വന്നു. കരിയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രൊഫഷണൽസിന് അറിയാം, കരിയർ ഗ്യാപ്പാണ് നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത്. പക്ഷേ ഉടമ്പടിയിൽ ഒരിക്കലും കരിയർ ഗ്യാപ്പിനാണ് എപ്പോഴും ഉടമ്പടി ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഗൺ പോയിൻറ്റിലാക്കുന്ന ഒരു സംഭവം കരിയർ ഗ്യാപ്പാണ്. എന്നുവെച്ചാൽ കരിയർ ഗ്യാപ്പോടുകൂടി എന്ത് വരും? ഉടമ്പടി ഞങ്ങൾ സടകുടഞ്ഞ് എഴുന്നേക്കും. എന്താ കാര്യം? നിൻ്റെ മെറിറ്റ് പോയല്ലോ. അതാ പ്രശ്നം. കരിയർ ഗ്യാപ്പിൽ നിനക്ക് ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളും ജീവിതത്തിൻ്റെ ആവശ്യം. ഇപ്പോൾ കല്യാണം കഴിക്കണ്ടേ? ഇപ്പോൾ വള്ളം നല്ലതാണ്, അത് വെള്ളത്തിൽ കിടക്കണം അല്ലേ? അപ്പോൾ എന്ത് പറ്റും? വള്ളത്തിന് തുഴഞ്ഞു പോകാൻ പറ്റും. പക്ഷേ വള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ വള്ളം മുങ്ങിപ്പോവും. ഇപ്പം നമ്മൾ പഠിക്കണത് എന്തിനാണ്? ജീവിക്കാനാണ്. ജീവിതമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് പറ്റും? പഠിച്ചു, പണമുണ്ട്, പക്ഷേ ജീവിതമില്ല. അപ്പോൾ എന്ത് പറ്റി? പ്രൊഫഷൻ ജീവിതത്തെ അങ്ങ് വിഴുങ്ങും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രൊഫഷൻ നോൺസെൻസായിട്ട് മാറും. അപ്പോൾ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചു, അതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾ വന്നപ്പോൾ കരിയർ പോയി, പ്രൊഫഷൻ പോയി. അത് എൻ്റെ മക്കളിത് നിങ്ങൾ ദൈവത്തെ ശരിക്കും സ്നേഹിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താ സ്നേഹിക്കണമെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നോക്കണത് എങ്ങനെ നിന്നെ മെറിറ്റിൽ നിന്ന് ഔട്ടാക്കാവുന്ന നോക്കണത്. ലോകത്തിൻ്റെ മുഴുവൻ ലോകത്തിൻ്റെ മുഴുവൻ നിയമങ്ങൾ, എവിടെ സർക്കാർ നിയമമായാലും പ്രൊഫഷൻ്റെ നിയമമായാലും എല്ലാ നിയമങ്ങളും എൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിന്നെ ഡീമെറിറ്റിലാക്കുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നിൻ്റെ ലൈഫ് സമ്മർദ്ദത്തിലാക്കി, കോമ്പറ്റീഷനിലാക്കി നിന്നെ ഔട്ടാക്കുകയാണ്. നിയമങ്ങൾ എന്ത് ചെയ്തതാണ്? ആരെയും രക്ഷിച്ചിട്ടില്ല, ഔട്ടാക്കിയതാണ് ചെയ്യണത്. ഈ നിയമം മനുഷ്യനെ ഔട്ടാക്കും. അത് ആത്മീയ നിയമമായാലും ശരി, അത് പാലിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാപിയായില്ലേ? തീർന്നില്ലേ പരിപാടി? ആത്മീയ നിയമം. പക്ഷെ നമുക്കത് പാലിക്കാൻ പറ്റാതെ വന്നാൽ നമ്മളെന്ത് ചെയ്യും? സിന്നറായിപ്പോയി, ഔട്ടായി. നമ്മൾ ക്രിക്കറ്റിൽ നിന്ന് ഔട്ടാകണ പോലെ ഔട്ടായി. നിയമങ്ങളെല്ലാം മനുഷ്യനെ ഔട്ടാക്കുകയുള്ളൂ, എന്ന് വെച്ചാൽ അയോഗ്യമാക്കി കളയും. അതുകൊണ്ട് ബൈബിൾ പറയുന്ന ഒരു സത്യമുണ്ട്. എന്താണ്? നിയമം മോശ വഴി ഉണ്ടായതാണ്. മോശ വഴി ഉണ്ടായ സംവിധാനം പലപ്പോഴും അതിൻ്റെ ആ ഫ്രെയിമിൽ നിന്നെ കയറ്റി ഇറക്കി കഴിയുമ്പോൾ ഒന്നെങ്കിൽ നീ വിന്ന, അല്ലെങ്കിൽ നീ ഔട്ടായി പോകും. അപ്പോൾ ഔട്ടാകുന്നവരുടെ എണ്ണം കൂടുതലാണ് അല്ലേ? എല്ലാവരും ഇന്നാവെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇതാണ് വിഷയം വരുന്നത്. നിയമത്തിൻ്റെ ഒരു പ്രോബ്ലം അതാണ്. 100 പേര് ഈ നിയമത്തിൻ്റെ ഫ്രെയിമിലൂടെ കടത്തി വിട്ടാൽ 70 പേര് ഔട്ടാകും, 30 പേരകത്താകും, യോഗ്യരാകും. അപ്പോൾ 70 പേര് ദൈവം സൃഷ്ടിച്ചതല്ലേ? അവരുടെ ഭാവി എന്ത്? അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ കരുതൽ എന്ത്? അതുകൊണ്ട് വചനം പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. എന്താണ്? നിയമം മോശ വഴി ഉണ്ടായി, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴിയുണ്ടായി. കൈയെട്ടിച്ച് കർത്താവിനെ അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. നിയമം മോശ വഴിയുണ്ടായി. യോഹന്നാൻ 1:17. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു. കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. അപ്പൊ മോശ വഴി നൽകപ്പെട്ട നിയമത്തിലൂടെ
ആ നിയമം തന്നെ ഈ നിയമജ്ഞന്മാരും ഫരിസേയന്മാരും ചെന്നിട്ട് ആ നിയമത്തെ അവർ പിന്നെയും സങ്കീർണമാക്കുകയാണ് ചെയ്തത്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് എപ്പോഴും ഫൈറ്റിംഗ് ഉണ്ടാവും അല്ല, എല്ലാ ദിവസങ്ങളിലും തന്നെ ആരെങ്കിലും ഒരു പ്രതിയോഗിയും യേശുവായിട്ട് ഫൈറ്റ് നടത്തുന്നത് കാണാം. കാര്യം ഈ കർത്താവിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി ഒരു നിഴൽ പോലെ ഇവരിങ്ങനെ തൂങ്ങിക്കെട്ടി പുറകെ നടക്കുന്ന ആൾക്കാരെ കാണാം. അവസാനം വരെ ഉണ്ടത്. കാര്യം ഇവർ നിയമങ്ങൾ സങ്കീർണമാക്കിയിട്ട് ഭൂരിഭാഗം മനുഷ്യരെ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളും പുറംപോക്കിനും കളഞ്ഞ ആൾക്കാരാണ്. എന്താ കാര്യം? നിയമം സങ്കീർണമാക്കുന്ന അനുസരിച്ച് കൊണ്ട് ഇപ്പം സാബത്തിൽ ഒരു നിയമമുണ്ട് അല്ലേ? നിയമത്തിൻ്റെ ഒരു ഭാഗമാണ് സാബത്ത് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അതൊരു നിയമമാണ്. ഇറ്റ്സ് ഓക്കെ. ആ നിയമത്തിൻ്റെ പെരുക്കങ്ങൾ എന്തുമാത്രം വന്നെന്നറിയാം? 3850 പെരുക്കങ്ങൾ വന്നതിൻ്റെ ആ നിയമം വ്യാഖ്യാനിക്കാൻ വേണ്ടി നിയമജനുണ്ടാക്കിയതാണ്. അതിൻ്റെ ഉള്ളിലാണ് ഒരു സാബത്തിൽ ചെറിയ നമ്മൾ ബൈബിൾ വ്യാഖ്യാന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ രസകരമായ ഒരു സംഭവം വിവരിക്കുന്നത് റബ്ബിയുടെ പുസ്തകത്തിൽ. അതായത് ഒരുത്തൻ്റെ ചെരുപ്പ് സൂര്യാസ്തമയം വരെയാണല്ലോ ഈ സാബത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ സൂര്യാസ്തമയത്തിന് മുമ്പ് നടന്നു പോകുന്ന സമയത്ത് ഒരുത്തൻ്റെ ചെരുപ്പ് വള്ളി പൊട്ടിപ്പോയി. അപ്പം അതിനകത്ത് വള്ളി പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യണമെന്ന് മോസസ് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? യാത്രക്കാരൻ്റെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിപ്പോയാൽ സാബത്താണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് മോസസ് പറഞ്ഞിട്ടില്ല. പക്ഷേ ലേവ്യ പുസ്തകത്തിൽ ചുമടെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ നിയമത്തിൻ്റെ സങ്കീർണത പറഞ്ഞത് അങ്ങനെയാണ്. പെരുക്കം വരുന്നത് അങ്ങനെ ചുമടെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഭാരമുള്ള ജോലികൾ. അപ്പോൾ വള്ളി പൊട്ടിയ ചെരുപ്പ് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അതെടുത്താൽ ചുമടായി പോകത്തില്ലേ? അപ്പോൾ അത് പാപമായി പോകത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് പറയും, യഹൂദന്മാരെന്ത് ചെയ്യും? വള്ളി പൊട്ടിയാൽ ആ അസ്തമിക്കണ വരെ ആ ചെരുപ്പ് വള്ളി പൊട്ടിയ ചെരുപ്പിൻ്റെ അടുത്ത് നിൽക്കും. അത് ഒരു മനുഷ്യൻ്റെ ഭാരം തന്നെ, ജീവിതഭാരം തന്നെ കണ്ടില്ലേ? നിങ്ങളാണെങ്കിൽ കൃപാസനത്തെ വെച്ച് വള്ളി പൊട്ടിക്കുക മിക്കവാറും ആൾക്ക്. ഞങ്ങളിവിടെ 10-15 ചെരുപ്പൊക്കെ എല്ലാ ദിവസവും കെട്ടിക്കൊണ്ടുപോയി അവിടെ ഞങ്ങളുടെ അവിടെ ഒരു ഇതെല്ലാം കൂട്ടിയിടുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയിടും. കാര്യം വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും പരിപാടി എന്നറിയാമോ? ചിലരുടെ ചെരുപ്പ് മാറിപ്പോകും. ചില ആൾക്കാർ പഴയ ചെരുപ്പാണ് ഇവിടെ വരുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ടും പോകും. അതെന്താ ചിലപ്പോൾ നടന്നു. ഞങ്ങൾ പറയണില്ല വേറെ ചെരുപ്പ് മാറിയിട്ടുണ്ട് പോകുമെന്ന് പറയത്തില്ല. ഉടമ്പടി ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ട് ആരെങ്കിലും പുതിയ വേറെ ആൾക്കാരുടെ നല്ല ചെരുപ്പ് അല്ലെങ്കിൽ പിന്നെ കക്കാൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ അതേസമയം തന്നെ ഒത്തിരി ചെരുപ്പുകൾ ഇവിടെ വരുന്നുണ്ട്. ബാക്കി നിങ്ങൾ പോയി കഴിയുമ്പോൾ 5 മണിയാകുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും. കുറേ ചെരുപ്പുകൾ ഇങ്ങനെ രാത്രി 9 മണിക്ക് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ ചാക്കലിക്കട്ടി കൊണ്ട് മരച്ചുവിട്ടിടും. അപ്പുറത്തൊരു സ്ഥലമുണ്ട് അവിടെ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ജീവിതം സങ്കീർണമാക്കുമ്പോൾ അത് പാലിക്കാൻ പറ്റാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരും. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? മെറിറ്റില്ലാത്ത ആൾക്കാരുടെ എണ്ണം സമൂഹത്തിൽ പാലിക്കാൻ പറ്റാതെ വരുമ്പോൾ നിയമം സങ്കീർണമാകുന്നതോടുകൂടി എന്ത് പറ്റും? നിയമം ടൈറ്റായി കഴിഞ്ഞാൽ ആനുകൂല്യം അർഹിക്കാത്ത ആൾക്കാരുടെ എണ്ണവും അവകാശികളുടെ എണ്ണമൊക്കെ കുറഞ്ഞു വരും. അവകാശികളുടെ എണ്ണം കുറഞ്ഞു വരും. ബാക്കി അപ്പോൾ കുറഞ്ഞു വരുമ്പോഴും അതേസമയം തന്നെ അവകാശികളുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവകാശം പ്രാപിക്കാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരും. യോഗ്യതയില്ലാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരും. ഇത് സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ജീവിത ദുരന്തമാണ്. അതായത് ഈ നിയമം സങ്കീർണമാകുകയും അതുപോലെ തന്നെ അത് അവകാശം പ്രാപിക്കാൻ കഴിവില്ലാത്തവരുടെ എണ്ണം കൂടി വരികയും ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ നിസ്സഹായരായി പോകും. അപ്പോഴീ നിസ്സഹായരായ ജനം ദൈവത്തിൻ്റെ ഒരു ടാർഗറ്റാണ് എപ്പോഴും. അവിടുത്തെ ജനം നിസ്സഹായരും പരിഭ്രാന്തരുമാണെന്ന് പറഞ്ഞു. യേശു അപ്പം വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പം വർദ്ധിപ്പിക്കാനുള്ള അവൻ ജനക്കൂട്ടത്തെ കണ്ടു. ആ ജനക്കൂട്ടം നിസ്സഹായവും ആരും സഹായിക്കാനില്ലാത്തവരും. പിന്നെന്താണ്? ആരും സഹായിക്കാനില്ലാത്തെങ്കിൽ പിന്നെ അടുത്ത വികാരം എന്താ വരണത്? പരിഭ്രാന്തരെ. വചനം അഡ്രസ്സ് ചെയ്യുന്ന വലിയൊരു ജീവിതാവസ്ഥയാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന 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 ആരാധന.
മത്തായിയുടെ സുവിശേഷം 9:36. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ പറഞ്ഞ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതായത് ദൈവത്തിന് തോന്നുന്ന പ്രഥമ വികാരം എന്താണ്? അനുകമ്പയാണ്. ദാറ്റ് മീൻസ് കരുണ, അനുകമ്പയാണ്. കരുണ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, നമുക്ക് മെരിട്ടില്ലെന്ന് ഓർക്കുക. നമ്മുടെ മെരിട്ട് പോവുകയാണ്. ഇപ്പോൾ എയറോനോട്ടിക് എഞ്ചിനീയറിൻ്റെ പ്രശ്നം എന്താണ്? അവളുടെ കരുണയാണ് ആവശ്യം അല്ല. നമ്മൾ പണ്ട് അഞ്ചു ആൻ്റണിയുടെ പ്രശ്നം എന്താണ്? മേലൂർ. എന്താ അവരുടെ പ്രശ്നം? അവർക്ക് കരുണയാണ് ആവശ്യം. കാര്യം അവരുടെ റാങ്കിൽ കയറി വന്നതാണ്. പക്ഷേ ഇപ്പോഴേ അവർക്ക് 5-6 കൊല്ലത്തെ ഗ്യാപ്പായിപ്പോയി. കുഞ്ഞുങ്ങളെ പ്രസവിച്ച വിഷയം അവിടെ കൊണ്ട് തീരണില്ലല്ല. ആ കുഞ്ഞുങ്ങൾക്ക് വലിയ രോഗം വന്നാൽ പിന്നെ അതുങ്ങളെ കൂടെ ആശുപത്രിയിലായി. പിന്നെ എന്തെല്ലാം പുലിവാലികളാണ്. ഓരോരുത്തരുമൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തി നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളാകുന്നവരെ അപ്പനും അമ്മയും എന്താ ചെയ്തതെന്നൊക്കെ മനസ്സിലാകത്തില്ലല്ലേ. ഈ കുഞ്ഞുങ്ങൾ താമസിക്കുന്നവരൊക്കെ ഓർക്കണം, അത് കർത്താവിൻ്റെക്ക് എന്ന് പ്രാർത്ഥിച്ച് വാങ്ങിക്കാനാണ്. ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞുങ്ങളെ കിട്ടണത് അത്ര നല്ല കാര്യമല്ല. ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞുങ്ങളെ കിട്ടുന്നത് സ്വാഭാവികമായി കല്യാണം കഴിച്ചു കുഞ്ഞുങ്ങളായെന്നൊക്കെ പറയണത് അത്ര നല്ല കാര്യമല്ല. എന്താ കാര്യം? അത് നിൻ്റെ ഭർത്താവിൻ്റെക്ക് നിന്ന് മേടിച്ചതാണ്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് നിന്ന് വാങ്ങിച്ചതാണ്. ദൈവത്തിൻ്റെ അടുക്കൽ മേടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും താമസിച്ച് മേടിക്കണം, പ്രാർത്ഥിച്ച് മേടിക്കണം. മനസ്സിലായില്ലേ? ഒരു വിഷയം അങ്ങനെയാണല്ലോ. അതായത് ഇൻ കേസ് അപ്പോൾ നിങ്ങൾ ഓർക്കും, അച്ഛാ അതെന്താ ഇങ്ങനെ പറയണമെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് പ്രഗ്നൻ്റ് ആയതാണെങ്കിൽ പോലും എൻ്റെ മകനെ മകളെ ഇത് സ്വാഭാവിക നടപടി ആണെങ്കിൽ സ്വാഭാവികമായി നിങ്ങളിപ്പോഴും ആനിമൽ കിങ്ഡത്തിലാണ്. പല കിങ്ഡമില്ലേ? പ്ലാന്റിൻ്റെ കിങ്ഡമുണ്ട്, പിന്നെ ഹ്യൂമൻ കിങ്ഡമുണ്ട്, പിന്നെ ആനിമൽ കിങ്ഡമുണ്ട്. ആനിമൽ കിങ്ഡത്തിലെല്ലാം സ്വാഭാവികമായി ഡെലിവറി നടക്കുന്നു. പക്ഷേ നമ്മളൊരു ദൈവത്തിൻ്റെ മൈതലായി കഴിയുമ്പോൾ എന്ത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹമായാലും അത് പ്രാർത്ഥിച്ച് വാങ്ങിക്കാൻ പഠിക്കണം. അതിനൊരു അഭിഷേകം വേണം. അല്ലെങ്കിൽ ഇതിലൊന്നും ദൈവത്തെ ഓർക്കത്തില്ല. ദൈവത്തെ ഓർക്കാത്തൊരു വിഷയമേ ഒരാൾ ദൈവമായിട്ട് എന്തുമാത്രം. ഇന്നിപ്പോൾ ഞാൻ കൊച്ചനോട് നമ്മുടെ പ്രഭുച്ചനോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതാ ജോമോളാണെന്ന് ഓർക്കില്ല, ഇന്നത്തെ സ്ട്രോക്ക് അതായിരുന്നു. അതായത് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഒരു ഇടക്കും തലക്കൊക്കെ നമ്മൾ ദൈവത്തെ ചുമ്മാ ഓർക്കണം. അങ്ങനെ ഓർക്കുന്ന ഒരാളാണ് നീയെങ്കിൽ നീ ദൈവ പൈതലാണ്. ചുമ്മാ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ദൈവത്തെക്കുറിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഓർക്കണം. ദൈവത്തെ ഓർക്കുകയും അപ്പോൾ ഹൃദയത്തിൽ മധുരം തുളുമ്പുകയും ഒക്കെ ചെയ്യണം. ദൈവത്തിൻ്റെ പരിപാലനം ഓർത്തുകൊണ്ടും. അല്ലാതെ ഒരു ഇഷ്യൂ ഉണ്ടായി, ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുമ്പോൾ പറഞ്ഞതാണത്. ഒരു ഇഷ്യൂ ഉണ്ടായി, മകൾ കണ്ടവൻ്റെ പുറകെ പോയപ്പോൾ അയ്യോ എന്നും പറഞ്ഞ് കാലിയെ കെട്ടിക്ക് വീണ അമ്മ ദൈവത്തെ ഓർക്കണത്. മണ്ടത്തരം, തീർന്നില്ല പരിപാടി. ദൈവത്തെ നീ നിരന്തരം ഓർത്ത് ജീവിക്കുന്നതാണ് നിനക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി. നീ ദൈവത്തെ ഓർക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ആ ഓർക്കണ ഓർമ്മ മുഴുവൻ നിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ നീ ദൈവവേദനല്ല, നിൻ്റെ റിലേറ്റീവ് നീ തന്നെയായിരിക്കും. അവിടെ ദൈവത്തിന് വേറെ ചാൻസ് ഒന്നുമില്ല. ദൈവത്തെ ഒന്നിനും വേണ്ടിയല്ലാതെ ഓർക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്ക്. സത്യമേ പറയാവൂ, തബല കൈവെട്ടിക്കളയും. ദൈവത്തെ ഒന്നിനും വേണ്ടിയല്ലാതെ ദൈവത്തിന് വേണ്ടി മാത്രം ഓർക്കുന്നവരുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ഒന്ന് കൈവയ്ക്കേ. സീറോയാണ്. ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് അവർ സ്പിരിച്വാലിറ്റി. ദൈവത്തെ ഒന്നിനു വേണ്ടിയല്ലാതെ. അപ്പം ദൈവത്തെ നമ്മൾ ഓർക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതെന്താണ്? നമ്മളുടെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ്. ഇതാണ് ഭയങ്കരമായ ഒരു പോവർട്ടി, സ്പിരിച്വൽ പോവർട്ടി, ആധ്യാത്മിക ദരിദ്ര്യം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ദൈവത്തിന് വേണ്ടി ഓർക്കുന്ന ധനികരായ ദൈവ പൈതലായി. വീണ്ടും നമ്മൾ 5 ആൻ്റണിയുടെ സാക്ഷ്യങ്ങളിലേക്ക് വരികയാണ്. അവർക്ക് ഒരു 6ാമത്തെ വർഷം ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. നമുക്കറിയാമല്ലോ, ഇത് അധികം ജോലി സാധ്യതയുള്ള ഒരു കുറച്ച്. ഇപ്പം ലോറിയുടെ ഒരു എൻജിനീയർ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ലോറികൾ ലക്ഷക്കണക്കിന് ഇന്ത്യയിലുണ്ട്, വിമാനങ്ങൾ ലക്ഷക്കണക്കിന് ഇന്ത്യയിലില്ലല്ലോ. അതിൻ്റെ എയറോനോട്ടിക് എൻജിനീയർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ജോലി സാധ്യത കുറവാണ്. അപ്പം അതിൻ്റെ ഗ്യാപ്പുമായി പിന്നെ ടച്ച് വിട്ടുപോയി. അതിൻ്റെ കാര്യം നമുക്കറിയാം,
ടച്ച് വിട്ടു പോകണമെന്ന് നിസ്സാര കാര്യമല്ല. ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഗ്യാപ്പ് വന്ന ആൾക്കാർ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നേഴ്സാണ്, ഗ്യാപ്പുണ്ട് 5 കൊല്ലത്തെ, എന്തുകൊണ്ടാണ് ആശുപത്രിക്കാർ എടുക്കാത്തത്? ടച്ച് വിട്ട് പോയത് കൊണ്ടാണ്. ഇപ്പം ഞാൻ സംസ്കൃതം പഠിച്ച ആളാണ്, ഗ്രീക്കും പഠിച്ചിട്ടുണ്ട്, ലാറ്റിനും പഠിച്ചിട്ടുണ്ട്, എല്ലാം ഓരോ കൊല്ലം ടച്ചിന് പഠിച്ചതാണ്. ഹിന്ദി സ്കൂളിൽ പഠിച്ചതേ ഉള്ളൂ. പക്ഷേ ഈ സാധനമെല്ലാം ടച്ച് വിട്ട് പോയി. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്, എനിക്ക് ലേഖനങ്ങൾ എഴുതുമ്പോൾ ഞാനിപ്പോൾ അന്ന് മുതൽ അച്ഛനായ കാലം മുതൽ ഇന്ന് വരെ എഴുത്തും വായനയുണ്ട്. അത് കാരണം എഴുത്തും വായന, അപ്പോൾ ഗവേഷണമുണ്ട്, റിസർച്ചുണ്ട്. അതുകൊണ്ട് ലാറ്റിനും അതുപോലെ തന്നെ ഇപ്പോൾ ലാറ്റിനൊക്കെ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആൾക്കാരോടൊക്കെ സംശയങ്ങൾ ചോദിച്ച് വെരിഫൈ ചെയ്തൊക്കെ എഴുതണം. എന്നാലും അന്ന് പഠിക്കണ കാലത്തുണ്ടായിരുന്ന സംസ്കൃതത്തിൻ്റെ, ഗ്രീക്കിൻ്റെ, ലാറ്റിൻ്റെ ടച്ച് ഇപ്പോൾ ഇല്ല, ടച്ച് വിട്ട് പോയതാണ്. അതാണ് സംഭവം. അതാണ് ഗ്യാപ്പിൻ്റെ പ്രോബ്ലം. ഉപയോഗിച്ചില്ലെങ്കിൽ ഗ്യാപ്പായി പോകും. പ്രൊഫഷൻസ് എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ടച്ച് വിട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു പഠിക്കാത്ത പോലെയാണ്, നിസ്സാരമല്ല വിഷയം. അതുകൊണ്ട് 5ൻ്റെ ഇൻ്റർവ്യൂവിന് 5 തോക്കുകയാണ്. കാര്യം അവരുടെ കൂടെ കോമ്പറ്റ് ചെയ്യിക്കുന്നതിന് 50 പേര് എൻജിനീയേഴ്സുണ്ട്. അവരെല്ലാം കോമ്പറ്റീഷൻ 6 സീറ്റേ മറ്റേ ഉള്ളൂ. 50 പേര് വന്നിട്ടുണ്ട്. അതെല്ലാം പുതിയ പിള്ളേരാണ്. ഇടിച്ച് പൊളിച്ച് നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്ന ശക്തമായ മെമ്മറിയൊക്കെ ഉള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ഇവൾക്കാണെങ്കിൽ ഇവരെ പുതിയ ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ ഇവളുടെ ശ്വാസം പോയി. എന്താ കാര്യം? കിട്ടത്തില്ലെന്ന് ഉറപ്പായി. ഇത്രയും ഗ്യാപ്പുമായി പിന്നെ ആൾ ചിലപ്പോഴും ഫിഗർ ഔട്ടാവും. ഈ പ്രൊഫഷണൽസിന് ഫിഗർ ഭയങ്കരമാണ്. നിങ്ങൾക്കറിയാമല്ലോ, അതൊന്നും ഫിഗറായിട്ട് ഇൻ്റർവ്യൂ ചെയ്യത്തില്ല, പക്ഷേ ഇൻ്റേണൽ അസസ്മെൻറ്റ് ചെയ്യും. അതൊക്കെ നിസ്സാര കാര്യമല്ല. ഫിഗറില്ല, നമ്മുടെ ബോഡി ഷേപ്പ് അവർ ഇൻ്റർവ്യൂവിൽ ആ സാധനം കാണത്തില്ല, പക്ഷേ ഇൻ്റേണൽ അസസ്മെൻറ്റിലുണ്ടാവും. ഇൻ്റേണൽ അസസ്മെൻറ്റിൽ ബോഡി ഷേപ്പ് എല്ലാം പ്രശ്നമാണ്. നിങ്ങളുടെ സൗന്ദര്യം വരെ പ്രശ്നമാണ്. ഡ്രസ് കോഡ്, നിങ്ങളുടെ നടപ്പ് എല്ലാം. അതെല്ലാം ഇംഗ്ലീഷ് മീഡിയം ഒരു പ്രൊഫഷണൽസിനെ നടത്തി പഠിപ്പിക്കത്തില്ലേ അവർ? നമ്മുടെ വാക്കിംഗ് എല്ലാം സ്റ്റൈലാണ്, സ്മാർട്ട് വാക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഞ്ഞിയാണെന്ന് പറഞ്ഞ് അവർ തട്ടിക്കളയുക, കോർപ്പറേറ്റുകൾ പ്രത്യേകിച്ച്. അപ്പോൾ ഇതെല്ലാം മെറിറ്റിൻ്റെ പ്രോബ്ലമാണ്. മെറിറ്റിൻ്റെ ആധുനിക കാലത്ത് മെറിറ്റെന്ന് പറയുന്നത് വേറെ ലെവലിലേക്ക് പോവുകയാണ്, പണ്ടത്തെ മെറിറ്റല്ല. പലപ്പോഴും മെറിറ്റ് നിസ്സാര കാര്യങ്ങൾ പോലും, നമ്മൾ അവഗണിക്കുന്ന കാര്യങ്ങളെപ്പോലും മെറിറ്റുകൾ അന്വേഷിക്കുന്ന ആധുനിക ലോകത്തിൻ്റെ മത്സരത്തിൻ്റെ വാതിക്കലാണ് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യണത്. ഇവളെല്ലായിടത്തും പൊട്ടിപ്പോയിട്ട് ഇവൾ കരഞ്ഞ്, അവൾ പറഞ്ഞ് എനിക്ക് അവിടെ നിന്ന് കരയാൻ തോന്നിയില്ല, എനിക്ക് അവിടെ നിന്ന് കരയാൻ പറ്റിയില്ല, ഞാനൊരു എൻജിനീയർ അല്ലേ, ഞാൻ അവിടെ നിന്ന് കരയാൻ പറ്റും, ഞാനൊരു വാഷ്റൂമിൽ പോയി പൊട്ടിക്കരഞ്ഞെന്ന്. എൻ്റെ ജീവിതം പോയില്ലേ. അതാണ് നമ്മൾ ജീവിതത്തിൽ അടുക്കുമ്പോഴേ കാര്യം മനസ്സിലാകത്തുള്ളൂ. എൻ്റെ ജീവിതം പോയില്ലേ, ഞാൻ ഇത്രയും കാലം പഠിച്ചതും ഒരു അഡ്മിഷൻ കിട്ടാൻ എന്ത് പാടാണ്, അത് വാങ്ങിച്ചിട്ട് ആ റാങ്ക് നിലനിർത്താൻ എന്ത് പാടാണ്, അതെല്ലാം തീർന്നില്ലേ, ഞാൻ ഔട്ടായിപ്പോയി. അപ്പോഴെനിക്കവിടെ നിന്ന് പൊട്ടിക്കരയാൻ എനിക്ക് കരച്ചിൽ വന്നു. പക്ഷേ ഞാനവിടെ നിന്ന് ഓടി വാഷ്റൂമിൽ പോയി ബാത്റൂമിൻ്റെ കതകടച്ചിട്ട് പൊട്ടിക്കരഞ്ഞെന്ന്. പിന്നെ തളർന്ന് വീട്ടിലോട്ട് പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞ് ആകപ്പാടെയുള്ള ആസ്തി ഇനി ഉടമ്പടി മാത്രമെന്ന്. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ തീർന്നു, ഇനി എനിക്ക് ഉടമ്പടി മാത്രമേ ഉള്ളൂ, ആ ഒരു ഉറപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അമ്മ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 5 ജോലി കിട്ടി. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. അതാണ് ഞാൻ നിങ്ങളോട് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുമ്പോൾ എന്നാ സംഭവം എന്ന് വിചാരിക്കും. അതായത് എല്ലാം തളർന്ന് എല്ലാ മെറിറ്റും പോകുമ്പോഴും ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ് ഉടമ്പടി. എന്താണത്? അത് വർക്ക് ചെയ്യണത് എന്താണ്? നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട്. ഒന്ന് പറഞ്ഞേ, എൻ്റെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട്. 5 ആ ജോലി വാങ്ങിക്കുന്ന മുമ്പ് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോണത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. പക്ഷെ അത് പ്രൊക്ലെയിം ചെയ്ത്, എന്താണ്? ഞാൻ വാഷ്റൂമിൽ ഒന്ന് കരഞ്ഞു, എൻ്റെ ജീവിതം തീർന്നു, ഞാൻ എന്നോട് ഗുഡ് ബൈ, എൻ്റെ പ്രൊഫഷനോട് ഗുഡ് ബൈ പറയുകയാണ്. ഇനി എന്നെ തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഉടമ്പടി കൊണ്ടായിരിക്കും, അത് അമ്മയായിരിക്കും എന്നെ തിരിച്ചു വിളിക്കണമെന്ന്. എൻ്റെ ദൈവപൈതലേ, അതാണ് ഉടമ്പടി വർക്ക് ചെയ്യുന്നതിൻ്റെ റെലമെന്ന് പറയുന്നത്. വീണ്ടും ഈ ആഴ്ചയിൽ കേട്ട ഇതെല്ലാം ജോലി സാക്ഷ്യങ്ങളാണ്. വേറൊരു സാക്ഷ്യം ശോഭയുടെ സാക്ഷ്യം കേട്ടോ. ശോഭയുടെ ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ട്, ജോലി നഷ്ടപ്പെടാൻ ജോലി ഉണ്ടായിരുന്ന ആളാണ്. പെട്ടെന്ന് ഗൾഫിൽ നിന്നാൾ തിരിച്ചു പോരേണ്ടി വന്നു.
ജോലി നഷ്ടപ്പെടാൻ കാര്യം അത് ഭർത്താവിൻ്റെ തലയിൽ ഒരു മുഴ വന്നു. അപ്പോഴവിടെ ഡോക്ടർ നഴ്സിൻ്റെ അടുത്ത് സെക്കൻഡ് ഒപ്പീനിയനും തേർഡ് ഒപ്പീനിയനൊക്കെ എടുത്തപ്പോൾ ഇത് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്, ഇത് ഇവിടെ നിന്നായി ചികിത്സിക്കാൻ പറ്റത്തില്ല, നാട്ടിൽ പോയി ചികിത്സിക്കണം, ഇവിടെ നിങ്ങളെ നോക്കാൻ ആരും ഇല്ലല്ലോ, അപ്പം നാട്ടിലല്ലേ ഉള്ളൂ, തന്നെയല്ലേ ഇവിടെയൊക്കെ ഭയങ്കര പൈസയൊക്കെ ആകത്തില്ലേ, അപ്പം അത് നാട്ടിൽ പോകാൻ. അപ്പം അവിടെ ജീവിതം തീർന്നു. തലയിലകത്താ മുഴ. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇത് തല പൊട്ടിക്കേണ്ടി വരും, തലയൊട്ടി പൊട്ടിക്കേണ്ടി വരും, ഉള്ളിലോട്ടത് പോയിട്ടുണ്ട്, അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ട്, തലച്ചോറിലോട്ട് പോയിട്ടുണ്ട്, അപ്പോൾ തല മൊത്തം പൊട്ടിക്കേണ്ടി വരും. അപ്പം നാട്ടിൽ പോയി തല പൊട്ടിക്കുകയോ അങ്ങനെ ചെയ്യാം, ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഇതെല്ലാം കൃപാസനം ഈ അൾത്താറെ വന്നു പോയ കണ്ണീരിൻ്റെ അനുഭവങ്ങളാണ്. ആ കണ്ണീർ അനുഭവങ്ങളൊക്കെ അവസാന ഭാഗങ്ങൾ നിങ്ങൾ നോക്കണം. ഉടമ്പടി എങ്ങനെയാണ് മനുഷ്യനെ, ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസവും ഒരു വിസ്മയ ദിവസമാണ്. കാര്യം നമുക്ക് കണ്ണീര് കേൾക്കുമ്പോൾ സങ്കടം തോന്നുമെങ്കിലും കർത്താവ് പറഞ്ഞ പോലെയാണ്, സന്ധ്യയിൽ കരച്ചിൽ വരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സന്ധ്യയിൽ കരച്ചിൽ വരുന്നു. പറഞ്ഞേ, കരച്ചിൽ വരുന്നു, പ്രഭാതത്തിൽ സന്തോഷവും. അപ്പോൾ സന്ധ്യയിൽ ഇപ്പം നമുക്കൊരു കരച്ചിൽ വരുമ്പോൾ നമ്മൾ ഓർക്കണം, അടുത്ത പ്രഭാതം നമ്മുടേതാണ്, നമ്മുടെ ദൈവം അവിടെ നമുക്ക് സന്തോഷവും സമാശ്വാസം കൊണ്ട് നിൽക്കുന്നുണ്ട്. കാര്യം 5 പറഞ്ഞില്ലേ, ഇനിയൊരു ഉറപ്പ് ഉടമ്പടി മാത്രം, എല്ലാം പോയി, എൻ്റെ റാങ്കും പോയി, എൻ്റെ പ്രൊഫഷനും പോയി, ഇനിയൊരു ഉറപ്പ് ഉടമ്പടി മാത്രം. അപ്പോൾ ഉടമ്പടിയിൽ അവർക്കൊരു വിശ്വാസമുണ്ട്, അതാണ് വിഷയം. ചില ആൾക്കാർക്ക് തോറ്റു പോകുമ്പോൾ ഉടമ്പടി മറന്നു പോകര്. പക്ഷെ 5 മറന്നില്ല, 5 പറഞ്ഞ് ഇനിയൊരു ഉറപ്പ് ഉടമ്പടി മാത്രം. പക്ഷെ അമ്മ അത് ടേക്കപ്പ് ചെയ്തു. എൻ്റെ മക്കളെ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ മെരിറ്റ് ലൂസായി നിങ്ങൾ ഇങ്ങനെ ഡെസേർട്ടഡായി പോയാൽ, മരുഭൂമിയിൽ ഇങ്ങനെ അനാഥമായി ഉപേക്ഷിക്കപ്പെട്ടു പോയാലും നിങ്ങൾ ഓർക്കേണ്ടത് ദൈവവുമായിട്ട് ചെയ്ത ഉടമ്പടിയാണ്. എന്താ കാര്യം? അവൻ വിശ്വസ്തനായിരിക്കും എന്നുള്ളത്. ആ ഉടമ്പടിയെക്കുറിച്ച് വ്യക്തതയും ബോധമുള്ള ആൾക്കാർ ഉടമ്പടി പാലിച്ചു കൊണ്ടേയിരിക്കും. അല്ലാതെ എന്തെങ്കിലും ഒരു തട്ട് കിട്ടിക്കഴിയുമ്പോൾ ഉടമ്പടി ഡൗണാക്കി, എവിടെയെങ്കിലും ഒന്ന് ഉടമ്പടി അല്പം പാലിക്കാൻ പറ്റാതെ വന്നാൽ പിന്നെ ബാക്കിയുള്ളത് ഇട്ട് കളയും. അങ്ങനെ ചെയ്യരുത്. അല്പം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തി നിങ്ങൾ മുന്നേറണം. ബാക്കിയുള്ള ചെയ്തുകൊണ്ടും അടുത്ത സമയത്ത് അത് മറ്റുള്ളത് റെക്ടിഫൈ ചെയ്തുകൊണ്ടും അങ്ങ് മുന്നേറണം. ഇട്ട് കളയരുത്. പിശാസാണ് പറയണത്, ആ ഒരെണ്ണം ഇട്ട് കളഞ്ഞില്ല, ഇനി ഉടമ്പടി പോയി. ഇത് നൊവേനെ പോലെ ചില ആൾക്കാർ പറയും, നൊവേന 6 കൂടി 7ാമത്തെ കൂടാവത്തില്ല, ഇനിയിപ്പോൾ പോയില്ലേ, ഇനി നിർത്തിയേക്കാം, അല്ലെ പിന്നെ ഒന്നൊന്ന് കൂടണ്ടേ. അങ്ങനെ ഒന്നും ഉടമ്പടിക്കില്ല. ഉടമ്പടി സിമ്പിളായിട്ട് ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ, നിനക്കിപ്പോൾ തെറ്റിപ്പോയി, നീ തെറ്റിപ്പോയെങ്കിൽ നീ മുട്ട് കുത്തി കണ്ണീരോടെ പറഞ്ഞ, കർത്താവേ എനിക്ക് തെറ്റിപ്പോയി, അതുകൊണ്ട് ഞാൻ ഇത് വീണ്ടും അങ്ങയോടുള്ള ഉടമ്പടിയിൽ കാര്യം ദൈവം നിലനിൽക്കുന്നുണ്ടല്ലോ. ദൈവം നിൻ്റെ ഉടമ്പടി തന്നെ ഇപ്പോഴും ഉണ്ട്, ദൈവം ഇട്ടു പോയിട്ടില്ല. അതുകൊണ്ട് 2 തിമോത്തി 2:13 പ്രധാനപ്പെട്ട വചനമാകുന്നത്. 2 തിമോത്തി 2:13 എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വചനമാകുന്നത്? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ പണ്ടൊക്കെ ഈ കുഞ്ഞുനാളിലൊക്കെ ഈ കയർ പിരിക്കണ ഒരു പരിപാടിയുണ്ട്. ഇപ്പം കയർ പിരിക്കുമ്പോൾ ആ 2 കയറിട്ടിട്ട് അപ്പുറത്ത് ഇപ്പം ആൾക്കാർ നാട്ടിൻ പുറത്ത് കൈക്ക് പിരിച്ചുകൊണ്ടിരിക്കും. അപ്പം കയറിന് മുറുക്കം വരുമ്പോൾ ഏറ്റവും തളർന്ന, ഇപ്പം അപ്പുറത്ത് നിൽക്കണത് ഇത്തിരി ബലഹീനമായ പാർട്ടിയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അത് വിട്ടുപോകും. പക്ഷേ അപ്പനും അമ്മയാണ് ഇപ്പുറത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ ആ കയ്യിൽ നിന്ന് വിട്ടുപോകത്തില്ല. ഉടമ്പടി ഇങ്ങനെ, ഉടമ്പടി 2 പേരുടെ കയ്യിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകത്തില്ല. നിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയാലും ദൈവത്തിൻ്റെ കയ്യിൽ നിൻ്റെ ഉടമ്പടിയുടെ ഒരറ്റം ഉണ്ടാവും. അപ്പോൾ പിന്നെ നീ എന്താണ്, വിട്ടുപോയ ഉടമ്പടി നീ എടുത്താൽ പോരെ? നീ ദൈവത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് 2 റീസ്റ്റാർട്ട് ചെയ്യണം, അത്രേ. ജീവിതം തീർന്നുവെന്ന് സോഫയും ഹസ്ബൻഡും വിചാരിക്കുന്നു. അപ്പോൾ അവർക്കുള്ളത് എന്താണ്? ഉടമ്പടിയുടെ ഒരു ബലമാണ്. പക്ഷെ നാട്ടിൽ വന്ന് ഇങ്ങനെ തലയൊട്ടി പൊളിച്ച് തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വേരുള്ളതാണ്, മേജർ ഓപ്പറേഷനാണ്. കുടുംബം വെളുത്തു പോകുമെന്നൊക്കെ വിചാരിച്ച് പേടിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്യണത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അത് വെറും ഒരു വെള്ളം മാത്രമാണെന്നും കൊഴുപ്പ് കെട്ടിയിരിക്കണമെന്നും
സിമ്പിളായിട്ട് ആ വിഷയം കൈകാര്യം. അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു കാർമേഘം പോലെ വരണത്. അപ്പോൾ കാർമേഘം വരുമ്പോഴേ ഇങ്ങനെ ഇപ്പം തന്നെ മഴ പെയ്ത് നമ്മുടെ വീട് മുങ്ങിപ്പോയി ഒഴുകിപ്പോകുന്നും പ്രളയമായി ഒഴുകിപ്പോകുന്നൊന്നും ധരിക്കരുത്. കാര്യം നമ്മൾക്കൊരു ഉറപ്പെന്താണ്? നമ്മുടെ വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസം. അപ്പോൾ എൻ്റെ മക്കളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ മാത്രം ദൈവവുമായിട്ട് ഒരു റിലേഷൻ വെക്കരുത്. ഇപ്പോൾ ചിലരങ്ങനെയല്ലേ, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഉടമ്പടി എടുത്ത് കുറച്ച് നാൾ ഉടമ്പടിയിലൊക്കെ ജീവിച്ച് അതിൻ്റെ ആനുകൂല്യമൊക്കെ കൈപ്പറ്റി സാക്ഷിയൊക്കെ പറഞ്ഞിങ്ങനെ പോകും. പിന്നെ എന്തു ചെയ്യും? പിന്നെ പഴയ ലോകത്താനായിട്ട് തന്നെ പിന്നെ അവർ ജീവിക്കും. അതാണ് പ്രോബ്ലം. അത് ദൈവത്തിന് നേരത്തെ അറിയാം. നിങ്ങൾ ഈ കാര്യം കണ്ടു കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ പൗശന്യവും വഴക്കും തമ്മിലടിയും അസ്വസ്ഥതയും കള്ളത്തരവും തോന്നിവാസവും മത്സരവും വാശിയും വെള്ളവടിയും എല്ലാം തിരിച്ചു വരുമെന്നും നിങ്ങളിപ്പോൾ അത്യാവശ്യം നിക്കക്കളിയില്ലാത്തതുകൊണ്ട് പട്ടങ്ങി പറയണമെന്നും നിങ്ങൾ പഴയ പിഴച്ച ആൾക്കാരായിട്ട് തന്നെ തിരിച്ചു പോകുമെന്നും ദൈവത്തിനെങ്ങാനും ഒരു അറിവ് നേരത്തെ ഉണ്ടെങ്കിൽ അത് പണിയായി വരും, ഉടമ്പടി താമസിക്കാം. അപ്പം നിങ്ങൾ ആദ്യം എടുക്കേണ്ട തീരുമാനം ഇതാണ്: കർത്താവേ, ഉടമ്പടിയിലൂടെ ലഭിച്ച വിശുദ്ധി ഏത് സാഹചര്യത്തിൽ ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. ഉടമ്പടിയിലൂടെ ലഭിച്ച ദൈവസ്നേഹവും അങ്ങയുമായിട്ടുള്ള ബന്ധവും ഏറ്റു പറഞ്ഞ് ദൈവമേ, ഉടമ്പടിയിലൂടെ ലഭിച്ച വിശുദ്ധിയും സാക്ഷി ജീവിതവും അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ എക്കാലവും നിലനിർത്താം. എന്നെ സഹായിക്കണമേ. ഇപ്പൊ മേജർ ഓപ്പറേഷൻ ഒന്നുമില്ല, അവരങ്ങനെ ആശ്വസിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ റെസ്റ്റിൻ്റെ ടൈമല്ലേ. അപ്പോൾ സോഫ ജോലിക്ക് പോയെങ്കിലും ബെഹറിലായിട്ടാണ് പോയത്. ബെഹറിൽ ജോലി കിട്ടിയത് ഒരു പാകിസ്ഥാനിൻ്റെ കടയിലാണ് കിട്ടിയത്. അതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. പാകിസ്ഥാനിൻ്റെ കടയിലാണ് ജോലി കിട്ടിയത് ബെഹറിൽ പോയെങ്കിലും. അതുകൊണ്ട് പക്ഷേ ജീവിക്കാൻ പറ്റണില്ല. അപ്പോൾ എന്താ, ഉടമ്പടിയിൽ വെച്ചിരുന്നത് അവളുടെ ജോലിയാണ് വെച്ചിരുന്നത് ഒരു കാര്യം. പിന്നെ എന്ത് ചെയ്ത് ബെഹ്റിൻ മിനിസ്ട്രിയിൽ അവൾ ആപ്ലിക്കേഷൻ കൊടുത്തു. ആ ആപ്ലിക്കേഷൻ കിട്ടാനുള്ള സാധ്യതയില്ല. നിങ്ങൾക്കറിയാവോ? അതായത് അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഇല്ല. അവിടെ തന്നെ അത് ഫസ്റ്റ് ടൈമാണ്. അവരെക്കാൾ കെവന്മാരായിട്ട് ആൾക്കാരവിടെ മിനിസ്ട്രിയിൽ ആപ്ലിക്കേഷൻ സ്വാധീനമുള്ളവരും എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, അതിലെ മെറിറ്റ് ഉള്ളവരുണ്ട്. ഞാൻ എന്താ ഈ പറയണത്? ശോഭയ്ക്ക് മെറിറ്റില്ലെന്നാണ് പറയണത്. അതാണ് പറയണത്, യോഗ്യതയില്ല. ഉടമ്പടി എങ്ങനെ നോട്ട് ബൈ മെറിറ്റുകാരെ എങ്ങനെ ലിഫ്റ്റ് ചെയ്യണമെന്ന് അറിയണം. പക്ഷേ റിസൾട്ട് വരുമ്പോൾ എന്താ, മിനിസ്ട്രിയിൽ ഈ പാകിസ്ഥാനിലെ കടയിലെ എടുത്തുകൊടുപ്പുകാരത്തെ നിന്ന കക്ഷിയെ പെട്ടെന്നാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മിനിസ്ട്രിയിൽ ജോലി കിട്ടണത്. അതാണ് എൻ്റെ വിഷമം. അതാണ് എൻ്റെ സാക്ഷ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതായത് അതിനകത്ത് ഏറ്റവും പറയാനുള്ള സാക്ഷ്യം ഇത് തന്നെയാണ്. അതായത് ഇങ്ങനെ ഗ്രൗണ്ട് സീറോയിലായിട്ട് ഇങ്ങനെ ആൾ റെഡ്യൂസ് ചെയ്ത് പോവുകയും ഉടമ്പടി ഇവരെ പൊക്കിയെടുത്ത് ഭർത്താവിനെ സുഖപ്പെടുത്തി ഇവരെ പാകിസ്ഥാനിൻ്റെ കടയിൽ നിന്ന് അത് അവിടെ സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്ന ആ ജോലിയിൽ നിന്ന് ഇവൾ ലിഫ്റ്റ് ചെയ്ത് മിനിസ്ട്രിയിലേക്ക് കൊണ്ടുപോയി ഹൈ സാലറി പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഇത് വളരെ അസ്റ്റോണിഷിംഗ് ആണ്, ഇത് ഭയങ്കരമായിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ബൈബിള് ഇത് സിമ്പിളായിട്ടാണ് ചെയ്യണത്. എന്താ സാധനത്തിൽ ഇത് നമുക്ക് നേരത്തെ തന്നിട്ടുള്ള വാഗ്ദാനമാണ്. 111-ാമത്തെ സങ്കീർത്തനത്തിൽ ഇതിൻ്റെ വാഗ്ദാനമുണ്ട്. അവിടെ 111:4 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സങ്കീർത്തനം 111:4 ശ്രദ്ധിക്കട്ടെ. 111-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. കാര്യങ്ങൾ കണ്ടല്ലോ. ഒന്ന് പറഞ്ഞ തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. ജീവിതമാർഗം എന്നതിൻ്റെ അർത്ഥം ആഹാരത്തിൻ്റെ കപ്പ പുഴുക്കി കൊണ്ടുവന്ന് കൈ തരുന്ന കാര്യമല്ല ഈ പറയണത്. ജീവിതമാർഗം നൽകുന്നു. എന്താണ്? തൻ്റെ ഭക്തർക്ക് പറഞ്ഞേ, തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. എന്ത് ബേസിലാണ് ഈ ജീവിതമാർഗം? ജോലിയല്ലേ? ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലിയല്ലേ? വിദ്യാഭ്യാസം തന്നെയാണല്ലോ, ആഹാരമാണല്ലോ. ആഹാരവും വീടും വസ്ത്രവും അടിസ്ഥാന സൗകര്യത്തിലാണല്ലോ നമ്മൾ വിദ്യാഭ്യാസത്തിനും ജോലിക്കും പോണത്. അപ്പോൾ തൻ്റെ ഭക്തർക്ക് സങ്കീർത്തനം 111:4 അത്
അത് വാഗ്ദാനമാണത്. എന്താണ്? തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജീവിതമാർഗം നൽകുന്നു. എന്ത് ബേസിലാണ് ജീവിതമാർഗം നൽകണത്? അവിടുന്ന് തന്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഈ സങ്കീർത്തനം 111:4 ഇതിൻ്റെ ബേസിക് വേർഡ്. എന്താ കാര്യം? നിങ്ങൾക്ക് ഇപ്പോൾ അഞ്ജു ആൻ്റണി എറണാകുളത്തേക്ക് എഞ്ചിനീയർ, 6 വർഷം ഗ്യാപ്പുള്ള എഞ്ചിനീയർ, അവരെക്കാൾ ശക്തരായ ആൾക്കാരുമായിട്ടാണ് അവർക്ക് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ 0. ആ ഹീറോ സ്കോറിൽ നിന്ന് അവർ നിലവിളിച്ച് ബാത്റൂമിൽ പോയി ഉച്ചത്ത് നിലവിളിച്ചിട്ട് സങ്കടത്തോടെ പ്രൊഫഷനോട് ബൈ പറഞ്ഞുകൊണ്ട് അവർ വീട്ടിലോട്ട് പോവുകയാണ്. അവർ തിരിച്ചു വിളിച്ചത് ആരാണ്? ഈ സങ്കീർത്തനം 114. എന്താണ്? അവൾ ഉടമ്പടിയോട് വിശ്വസ്തയായിരുന്നു. നമ്മൾ ചുമ്മാ അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആഹാരം എല്ലാവരും കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആകാശത്തിലെ പക്ഷികളെ നോക്കി, അവർ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല. പക്ഷെ അതൊന്നും ഉടമ്പടി പ്രകാരമല്ല. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്ക് മെരിട്ട് പോകുന്ന സമയത്ത് ആഹാരം കിട്ടുന്നത്, ജോലി കിട്ടുന്നത്, ഇറ്റ് ഈസ് മെരിട്ട് പോയാൽ പിന്നെ എന്താണ്? ബട്ട് ബൈ ഗ്രേസ്. അതാണ് 114 പറയണത്. അവിടുന്ന് തന്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു. എന്താണ് അടുത്ത വചനം? അവിടുന്ന് തന്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു. നിങ്ങൾ മനസ്സിലായില്ലേ? ആഹാരം നൽകുന്നത് ഈ മെരിറ്റ്. ശോഭയ്ക്ക് ജോലി കിട്ടിയത് പാകിസ്ഥാൻ്റെ സാധാരണ കച്ചവട പിടികയെന്ന് ബെഹറിൻ്റെ മിനിസ്ട്രിയിലേക്ക് ശോഭയെ ഉയർത്തിയത് എന്താണ്? അവിടുന്ന് തൻ്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു. അതായത് ദൈവം നീ ചെയ്ത ഉടമ്പടി അനുസ്മരിക്കുകയാണ്. ആ അനുസ്മരണം അതേ സമയത്തുള്ള അതേ ഒരു വൈബിലെ നീയും ദൈവത്തോട് ചെയ്ത ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞാൻ അങ്ങയോട് ചെയ്ത ഉടമ്പടി അനുദിനം അനുസ്മരിക്കുവാനും അതനുസരിച്ച് അങ്ങയുടെ ഭക്തനായി ഭക്തയായി ഉടമ്പടിയിൽ വളരുവാനും എന്നെ സഹായിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീവിത മാർഗവും ഉടമ്പടിയും ഭക്തിയും തമ്മിൽ വളരെ ഇൻ്റർകണക്റ്റഡാണ്, വളരെ കണക്റ്റഡാണ്. ഭക്തി അതെന്താ പറയണത്? അവിടുന്ന് അത് 114 എന്താ പറയണത്? അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു, ജീവിതമാർഗം നൽകുന്നു. എന്താണ് കാരണം? അവിടുന്ന് തൻ്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു. അപ്പൊ ഭക്തർക്കാണ് നൽകുന്നത്. ഭക്തി ഒരു പ്രശ്നമാണ് നിന്റെ അകത്തെ. ഉടമ്പടിയും ഭക്തിയും. ഇപ്പം നിനക്ക് ജോലി വേണം, വീട് വേണം, വിവാഹം നടക്കണം, കുഞ്ഞുങ്ങൾ ഉണ്ടാവണം, വസ്തു വിൽക്കണം, രോഗം മാറണം, ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഇത് വർക്ക് ചെയ്യുന്ന ഭക്തിയിലാണ്. ഈ ഇങ്ങനെ എല്ലാ മാർഗങ്ങളും ഉടമ്പടിയുടെ ഭക്തിയുണ്ട്. ഭക്തി എന്ന് പറയണം നീ ഇവിടെ വന്ന് വിറച്ചതുള്ളി കമന്നടിച്ച് കിടക്കണമല്ല ഭക്തി. ഉടമ്പടിയുടെ ഭക്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു ഭക്തി എന്ന് പറയണത് എന്താണെന്ന്. പറഞ്ഞായിരുന്നു. അതായത് ഇപ്പം ഒരു ഭക്തി പ്രത്യയം ഉണ്ടല്ലോ എൻ്റെ അടുത്ത്. ഇത്ത എന്ന ഭക്തി ഫായും ഫാ പ്ലസ് ത വെച്ചാൽ ഇത്ത എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ ഒട്ടുക എന്ന അർത്ഥം. ഒട്ടണം എന്നാണ് അർത്ഥം. രക്തമില്ലേ, രക്തത്തിനൊരു ഇത്ത ഉണ്ടല്ലോ, ഒട്ടണം എന്നതിന് അർത്ഥം. വെച്ചാൽ രജോ ഗുണത്തോട്, രജോ ക്ഷത്രിയ ശക്തി. അപ്പോൾ ക്ഷത്രിയ ഗുണത്തോട് ഒട്ടണതിനാണ് രക്തമെന്ന് പറയണത്. അതായത് രജോ ഗുണം എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്. നമുക്കറിയാം തമോ ഗുണമുണ്ട്, ഇരുട്ടിൻ്റെ ശക്തി, ദുഷ്ടന്മാരുടേത്, ക്രിമിനൽസിൻ്റെത് തമോ ഗുണം. രജോ ഗുണം ധൈര്യശാലികളുടേത്, അവരല്ലേ സാഹസപ്പണിയൊക്കെ ചെയ്യണത്. അപ്പോൾ രജോ ഗുണം. പിന്നെ ഉള്ളത് സദ്ഗുണമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മനുഷ്യൻ്റെ ബ്ലഡിൻ്റെ നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ കുറേ അധികം തരംതിരിവുണ്ട്.
ഈ രജോ ഗുണത്തോട് ധൈര്യത്തോട് ഒട്ടു നിൽക്കുന്ന സാധനം ഒട്ടിപ്പിക്കുന്നതിന് രക്തം എന്ന് പറയാം. രജോ ഗുണത്തോട് ഒട്ടുന്നതിന് രക്തം. ഇനി എന്ത് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിവിടെ ഒരു യുക്തായുണ്ട്. ഭഗവാനോട് ഒട്ടണതിനാണ് ഭക്തി എന്ന് പറയുന്നത്. ഇവിടെ പ്രശ്നം ഭഗവാനോട് ദൈവത്തോട് മനുഷ്യൻ ഒട്ടുന്നതിന് വേണ്ടിയാണ്. ഒട്ടുന്ന എന്ത് വ്യാപാരമായാലും അത് ഭക്തിയാണ്. ശക്തമായി ഒട്ടും. പലതരം പശയില്ലേ, കഞ്ഞിയുടെ പശുണ്ട്, മൈദാ പശുണ്ട്, ഇതെല്ലാം. കഴിഞ്ഞ ദിവസം ഞാനൊരു മുത്തൊട്ടിച്ചപ്പോഴും എൻ്റെ അമ്മ എൻ്റെ കൈയും തമ്മിൽ ഒട്ടിപ്പോയി. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കൈ ഒട്ടിപ്പോയി. ഭയങ്കര അഡിഹേഴ്സുമായിപ്പോയി. എല്ലാവരും നമ്മൾ ഒട്ടിച്ചിട്ട് പിന്നെ പുറത്തോട്ട് വരുന്നില്ല. അത്രയും ഭയങ്കര പശയായിപ്പോയി. അപ്പോൾ പലതരത്തിലുള്ള പശുണ്ട്. അപ്പോൾ ഈ ഭക്തിയിലും നമ്മൾ ഭഗവാനോട് കാണിക്കുന്ന ഭക്തിയുണ്ട്. അതിലും തന്നെ പശക്ക് പലതരം പശുണ്ട്. ചുമ്മാ നാക്കുകൊണ്ട് ഭക്തിഗാനം പാടിയാലും ഭഗവാനോട് ഒട്ടും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു പോകും. ഇതാണ് പ്രശ്നം. ഇത് പ്രശ്നമാണ്. നിങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ഉടമ്പടിയും ഭക്തിയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഇപ്പം നമ്മൾ ഭക്തി ഗാനങ്ങൾ തന്നെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ഭക്തിഗാനമാണെങ്കിൽ ഭക്തിയിൽ അഭിഷേകമുള്ള ഗാനം അത് പാടിക്കഴിയുമ്പോൾ നമുക്ക് ദൈവത്തോടൊരു അടുപ്പം തോന്നും, ഭഗവാനോട് നമ്മൾ ഒട്ടും. കുറച്ച് കഴിയുമ്പോൾ അത് പറഞ്ഞു പോകും. കാര്യം ഭക്തിഗാനത്തിനൊക്കെ ഒട്ടിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടത്തില്ല ഈ സാധനം. പശയുടെ ക്വാളിറ്റി പോലെ ഇരിക്കുന്ന സംഭവം. പക്ഷെ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്ന ഭക്തി എന്ന് പറയുന്നത് വേറെ ഒരു സംഭവമാണ്. നാക്കിൻ്റെ ചൊല്ലലല്ല. എന്താ ഉപയോഗിക്കണത്? ചെയ്യലാണ്. അത് പണ്ടാരപ്പശയാണ്. അതാണ് സാധനം. അതായത് നീ മനഃപൂർവ്വം ദൈവത്തോടുള്ള സ്നേഹത്താൽ ഇപ്പം നമ്മൾ രോഗികളെ കാണുന്നു, അവരെ ശുശ്രൂഷിക്കുന്നു, കടുത്ത കാര്യങ്ങൾ. ഇപ്പം നിങ്ങളെ പല ആൾക്കാരും ഉപയോഗിക്കുന്നത് ചെറിയ തരം കള്ളപ്പശയാണ് ഉപയോഗിക്കുന്നത്. എന്നുവെച്ചാൽ പത്രം കൊണ്ടേ കൊടുക്കുക, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുക. രോഗികളൊന്നും ആരും കാണത്തില്ലല്ലോ. അതിന് കുറച്ചുകൂടി കൂടിയ ദൈവസ്നേഹം വേണം. പ്രത്യേകിച്ച് നമുക്ക് പരിചയമില്ലാത്ത രോഗികളാണ്. പരിചയമുള്ള രോഗികളല്ല, പരിചയമില്ലാത്ത രോഗികളെ പോയി കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിനൊക്കെ കൂടിയ പശ വേണം, കൂടിയ ഭക്തി വേണം. അതിന് സാധാരണ ആൾക്കാർ, അതുകൊണ്ടാണ് ഞാൻ പലരോടും അതായത് കൂടിയ വലിയ കാര്യങ്ങൾ നിർവഹിക്കുന്നവരെ എപ്പോഴും അതേസമയം തന്നെ വലിയ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളവരാണ് ചെയ്യണത്. അപ്പോൾ നമ്മളിപ്പോൾ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ, ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങളൊന്നും പറയത്തില്ല, പക്ഷേ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ പശയുടെ ബ്രാൻഡ് മാറ്റേണ്ടി വരും, ക്വാളിറ്റി മാറ്റേണ്ടി വരും. മനസ്സിലായില്ലേ? ഉടമ്പടി പുതുക്കിയിട്ട് പണ്ട് ചെയ്തതിനേക്കാൾ പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രാൻഡഡ് കള്ളന്മാരാണ്. ഇപ്പം ഞങ്ങൾ രാവിലെ അവിടെ സംസാരിച്ച തിരട്ട് ഗ്രാമമെന്ന് പ്രഭുവച്ചൻ പറഞ്ഞു. കള്ളന്മാർ മാത്രം താമസിക്കുന്ന ഗ്രാമം തമിഴ്നാട്ടിലുണ്ടെന്ന്. തമിഴ്നാട്ടിൽ മാത്രമല്ല, ഉടമ്പടി എടുത്തതിൽ 50% കള്ളന്മാരുണ്ടാകും. അതുവെച്ചാൽ ഇവർ പുതുക്കൽ വരുമ്പോൾ ഇവർ ഉഴപ്പും. പഴയതുപോലെ പവർ കാണിക്കത്തില്ല. ആ പത്രം കൊടുക്കുമ്പോൾ ഇന്നത് കൊടുക്കുക, ഇത് കൊടുത്ത് അവസാനിപ്പിക്കുക, എപ്പോഴും കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ മുമ്പത്തേക്ക് ഉഴപ്പും. ചില ആൾക്കാർ കുറച്ചുകൂടി തീഷ്ണമതികളായി മാറും. കാര്യം ഇത് വർക്ക് ചെയ്യണത് ഭക്തിയിലാണ് വർക്ക് ചെയ്യണത്. ഭക്തി, നമ്മുടെ ഭക്തി ഒരു പാട്ട് പാടിയാൽ ഒട്ടണ ഭക്തി അല്ല ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണ്. അപ്പം ചെയ്യുമ്പോൾ ഏറ്റവും ക്ലേശകരമായി ചെയ്യണം. കാര്യം എന്തുമാത്രം സ്നേഹം കൂടുന്നുവോ ദൈവത്തോട് അത്രയും ക്ലേശകരമായ ഭാരം നമ്മൾ ഏറ്റെടുക്കും. മനസ്സിലായേ? അതാണ് സംഭവം. എന്തുമാത്രം ഇത് ദൈവസ്നേഹമാണ്, ബേസിക്കായിട്ട് ദൈവസ്നേഹമാണ്. എന്തുമാത്രം ദൈവത്തോട് നമുക്ക് സ്നേഹം തോന്നുന്നുവോ അത്രയും നമ്മൾ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് അമ്മയും അത് തന്നെയല്ലേ പറയണത്. അമ്മ എന്താ പറയണത്? 1:50 വായിച്ചമോളെ. ലൂക്ക 1:49. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അതായത് ഭക്തി വർദ്ധിക്കുന്നതനുസരിച്ച് ലൂക്ക 1:50 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ്, അവിടുത്തെ ഭക്തരുടെ മേൽ അവിടുന്ന് തലമുറകൾ തോറും കരുണ വർഷിക്കും. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യണതും ഭക്തിയിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴെന്താ പറ്റും? തലമുറകൾക്ക് ബ്ലെസ്സിങ് കിട്ടും. പക്ഷേ നിൻ്റെ ഇപ്പം അമ്മ
മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അല്ലേ? ഇവിടെ വരുമ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ടല്ലോ, അമ്മമാർ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പക്ഷേ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ തലമുറയാണല്ലോ, വേറെ തലമുറയല്ലേ. പേരക്കിടാങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമ്മമാരും വരുന്നുണ്ട്. ഞങ്ങളിവിടെ ഉടമ്പടി ആവതില്ലെങ്കിൽ എടുപ്പിക്കത്തില്ലെന്നേ ഉള്ളൂ. കാര്യം അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്നലെ 75 വയസ്സ് കോഴിക്കോട് ഒരു നോൺ ക്രിസ്ത്യനായിട്ടുള്ള അമ്മാമ്മ വന്നു. എന്നാ പവറാ! അവരോട് പറഞ്ഞ് അവർ ശരിക്കും പറഞ്ഞാൽ 17 വയസ്സുകാരെ പോലെ അവർ സംഭവം ചെയ്യും. അത്രയും പവർ. 70 വയസ്സുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങൾ നോക്കണ വയസ്സല്ല, ഇവർക്ക് ചെയ്യാനുള്ള ആംബിയർ ഉണ്ടെന്നാണ് ഞങ്ങൾ നോക്കണത്. വയസ്സൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സിരിപ്പ്, ഞങ്ങളുടെ അസസ്മെൻറ്റിൽ എന്താ ചെയ്യണം. അതുകൊണ്ടല്ലേ ചില വയസ്സന്മാരെ കാണുന്നില്ല ഉടമ്പടി എടുക്കണത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനുള്ള ആംബിയറുണ്ട്. മറ്റുള്ളവർ ചുമ്മാ മരുമകൾ വീട്ടിൽ ഇരുന്ന് അതെന്ത് ചെയ്യരുത്, നീ ഇവിടെ പേടി, ഇന്നലെ ഇവിടെ പേടി, ഇന്നലെ മെനേന്ന് ഇവിടെ പോയതൊക്കെ ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ പോയി കൃപാസനത്തിൽ ഇരിക്കാൻ പറഞ്ഞു വിടും. അങ്ങനെ വന്ന് ഇവിടെ ഇരിക്കാൻ ആൾക്കാരുണ്ട്. ഇവിടെ വന്നാലേ എന്നാ പിന്നെ ഉടമ്പടി കൊണ്ട് എടുത്തേക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്കറിയാം ഇവർ ചെയ്യത്തില്ല, ചുമ്മാ അഭ്യാസത്തിന് വന്നാണെന്നറിയാം, എടുപ്പിക്കത്തില്ല. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, ഈശോ അമ്മ എന്താ പറഞ്ഞത്? ലൂക്ക 1:50 എന്താ പറഞ്ഞത്? അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ തൻ്റെ കാരുണ്യം തലമുറകൾ തോറും പ്രദർശിപ്പിക്കും. അപ്പോൾ 2-3 പ്രശ്നമാണ് അവിടെ ഉള്ളത്. എല്ലാം ഉടമ്പടിയാണ്. കാര്യം അവിടെ കാരുണ്യം വന്നിട്ടുണ്ട്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണല്ലോ കാരുണ്യം, മെറിറ്റിലല്ല. അപ്പം തലമുറകളോട് കാരുണ്യം കാണിക്കും. നിൻ്റെ മക്കളോടും പേരക്കിടാങ്ങളോടും ദൈവം കാരുണ്യം കാണിക്കും. ആരുടെ? ഭക്തരുടെ മേലാണ്. ആ ഭക്തി കാണിക്കുന്ന വ്യക്തി ഭക്തി സത്യസന്ധമായിട്ടാണ് കാണിക്കണതെങ്കിലേ, സത്യസന്ധമായിട്ട് കാണിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് സംഭവം വെച്ചാൽ ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം കൂടിയാൽ നമ്മൾ രക്തസാക്ഷി വരെ ആയിപ്പോവും. ഞാനൊക്കെ എപ്പോഴും കൊതിക്കണ ഒരു സംഭവമാണ്. എനിക്കിങ്ങനെ പനി പിടിച്ച് മരിക്കുമ്പോഴൊക്കെ ആത്മഹത്യ ചെയ്ത പോലെയുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിനുള്ളത്. അങ്ങനെ ഒരു സുവിശേഷകരൊക്കെ എന്നെ പനി പിടിച്ച് മരിക്കണേ. സുവിശേഷം പ്രസംഗിച്ച് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റാണ് ദൈവത്തിന് സാക്ഷിയായി അവൻ അത്രയും നാൾ ചെയ്ത കാര്യം സത്യസന്ധമാണെന്ന് ലോകത്തോടും ദൈവത്തോടും പറഞ്ഞുകൊണ്ടാണ് അവൻ ദൈവത്തെങ്കിലേക്ക് പോണത്. അതാണ് അപ്പോൾ അത്രയും വരെ എത്തിപ്പോകുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ട് എത്താൻ മനുഷ്യൻ കൊതിക്കുന്നുണ്ടെങ്കിൽ, ഭക്തിയുടെ പിന്നിൽ എപ്പോഴും നമുക്ക് ഒരു ആത്മാർത്ഥമായ സമർപ്പണം ഉണ്ടാകണം. അല്ലാതെ എന്തെങ്കിലും ഈ ലൊട്ടിലൊടുക്ക് പരിപാടി ചെയ്ത് ഉടമ്പടി ഒപ്പിക്കാമെന്ന് ആരും ധരിക്കരുത്. കാര്യം ഇത് അസസ് ചെയ്യണത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല, ദൈവത്തോട് നിങ്ങൾ കാണിക്കേണ്ട സ്നേഹമാണ്. അതുകൊണ്ട് സങ്കീർത്തനം എന്താ പറയണത്? അവിടുന്ന് സ്നേഹത്താൽ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അതായത് ഈ നമ്മൾ ആദ്യം കണ്ട എന്താണ്? ആദ്യം കണ്ട വചനത്തിലുണ്ടായിരുന്നത് ഭക്തിയാണ്. 111:4 നമ്മൾ കണ്ടത് എന്താണ്? തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജീവിതമാർഗം നൽകുന്നു. അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അപ്പോൾ ഭക്തർക്ക് ജീവിതമാർഗം നൽകുന്നതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയണത്, അടിസ്ഥാനം എന്താണ്? ദൈവം നമ്മുടെ ഉടമ്പടി അനുസ്മരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ദൈവം നമ്മുടെ ഉടമ്പടി അനുസ്മരിക്കണം. പിടികിട്ടിയാ? ദൈവം നമ്മുടെ നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയെ ദൈവം അനുസ്മരിക്കണം. ദൈവം അനുസ്മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആ ഭക്തി എന്ന് പറഞ്ഞ ഒട്ടലില്ലേ, അതെന്തുകൊണ്ടാണ് ഒട്ടണത്? ദൈവസ്നേഹത്താലാണ് ഒട്ടണത്. 91 സങ്കീർത്തനം അതല്ലേ പറയണത്? 91:14 അല്ലേ? അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ, അവിടുന്ന് സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം. അപ്പോഴേ ഒട്ടി നിൽക്കുമ്പോഴേ രക്ഷിക്കുക മാത്രമല്ല, ദൈവം നമ്മുടെ ഉടമ്പടി അനുസ്മരിക്കും. അവിടുന്ന് സ്നേഹത്തിൽ നമ്മൾ ദൈവത്തോട് ഒട്ടി നിൽക്കുകയാണെങ്കിൽ ഉടമ്പടി അനുസ്മരിക്കും. ഉടമ്പടി അനുസ്മരിച്ചാൽ മതി. കാര്യം ദൈവം നമ്മളൊന്ന് ഓർത്താൽ മതി. നമുക്ക് ഈ അനുഗ്രഹം വരുന്നതിൻ്റെ സോഴ്സ്, ഇപ്പോൾ ആൻ്റണി പാടിയില്ലേ, വരുന്നുണ്ട് നിൻ്റെ അനുഗ്രഹം വരുന്നുണ്ട്, ആഹാരം വരുന്നുണ്ടെന്നൊക്കെ പറയണത് എന്തുകൊണ്ടാണ്?
ദൈവം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഭക്തി, വിശ്വാസം, സ്നേഹം എല്ലാം വർക്കൗട്ട് ചെയ്യണത് ഒറ്റ ആപ്പിലാണ്, സിംഗിൾ മെമ്മറിയാണ്. അത് കുർബാന പോലും മെമ്മറി ആക്കി കളഞ്ഞതിൻ്റെ കാരണം അതാണ്. നിൻ്റെ